ഇന്ന് നമുക്ക് റീഡിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം ഒരു സെൻറ്റൻസ് തന്നെ ഒരു പാരഗ്രാഫിൻ്റെ അത്രയും വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ കൃത്യമായ മുഴുവനായ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദ ഹിന്ദു എന്ന പത്രത്തിലെ ഒരു ചെറിയ ന്യൂസ് വായിച്ച് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഫോക്ക് സിംഗർ നഞ്ചിയമ്മ, ആദിവാസി ഗായികയായ നഞ്ചിയമ്മ. ഫോക്ക് സിംഗർ എന്ന് പറഞ്ഞാൽ ആദിവാസി ഗായിക. ഹു ഹാസ് വൺ ദ നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് നേടിയ. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? ദേശീയ അവാർഡ് നേടിയ ആദിവാസി ഗായികയായ നഞ്ചിയമ്മ. അവിടെ നെഞ്ചിയമ്മ എന്ന വാക്കിന് ശേഷം ഹു എന്ന ഒരു വാക്ക് കണ്ടില്ലേ? ഹു എന്ന ചോദ്യവാക്കിന് ആര് എന്നാണല്ലോ അർത്ഥം. പക്ഷെ ആ അർത്ഥത്തിലല്ല അതിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരാളുടെ പേരിന് ശേഷം ഇതുപോലെ ഹു എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ആളെപ്പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ആര് എന്ന അർത്ഥത്തിലല്ല, ചോദ്യവാക്കായിട്ട് അല്ല. വൺ എന്നുള്ളത് വിൻ എന്ന വാക്കിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അതായത് V3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറയുന്ന മൂന്നാമത്തെ രൂപമാണ് വൺ എന്നുള്ളത്. വിൻ എന്ന വാക്കിന് നേടുക, വിജയിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നേടുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഹു ഹാസ് വൺ ദ നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് നേടിയ. എന്തിന്? ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ, ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ എന്ന് പറഞ്ഞാൽ പിന്നണി ഗായിക. അപ്പോൾ അത്രയും ഭാഗത്തിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ പറയാം? ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ആദിവാസി ഗായികയായ നഞ്ചിയമ്മ. ഇനി ബാക്കി അർത്ഥം നോക്കൂ. ഹാസ് അലീജ്ഡ്, ആരോപിച്ചിരിക്കുന്നു. അലീജ് എന്ന വാക്കിന് ആരോപിക്കുക എന്നാണ് അർത്ഥം. ഹാസ് അലീജ്ഡ് എന്ന് പറഞ്ഞാൽ ആരോപിച്ചിരിക്കുന്നു. എന്ത്? ഇനി ആരോപിച്ച കാര്യം എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഒരു ദാറ്റ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ അത് എന്ന അർത്ഥത്തിലല്ല. ആരോപണം എന്താണോ അതൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണ് ദാറ്റ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 4 acres ഓഫ് ഹെർ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, അവരുടെ പാരമ്പര്യ സ്വത്തിൽ 4 ഏക്കർ. ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വത്ത്. ഹെർ എന്ന വാക്കിന് അവളുടെ എന്നാണല്ലോ അർത്ഥം. എന്നാൽ ഇവിടെ നമുക്ക് അവരുടെ എന്ന അർത്ഥമെടുക്കാം. കാരണം ഇത് കുറച്ച് പ്രായമുള്ള സ്ത്രീയാണല്ലോ. അപ്പോൾ അവരുടെ എന്ന അർത്ഥം കൊടുക്കാം. അട്ടപ്പാടി, അട്ടപ്പാടിയിലുള്ള. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം വരിക? അട്ടപ്പാടിയിലുള്ള അവരുടെ പാരമ്പര്യ സ്വത്തിൽ 4 ഏക്കർ. ഹാസ് ബീൻ ഇൻക്രോച്ച്ഡ് അപ്പോൺ, കയ്യേറിയിരിക്കുന്നു. ഇൻക്രോച്ച് അപ്പോൺ എന്ന് പറഞ്ഞാൽ കയ്യേറുക. ഹാസ് ബീൻ ഇൻക്രോച്ച്ഡ് അപ്പോൺ എന്ന് പറഞ്ഞാൽ കയ്യേറിയിരിക്കുന്നു. ബൈ സം പീപ്പിൾ, ചില ആളുകൾ. സം എന്ന് പറഞ്ഞാൽ ചില, പീപ്പിൾ ആളുകൾ. അപ്പോൾ എങ്ങനെ ആ പാരഗ്രാഫിൻ്റെ മുഴുവൻ അർത്ഥം പറയാം? അട്ടപ്പാടിയിലുള്ള പാരമ്പര്യമായി കിട്ടിയ സ്വത്തിലെ 4 ഏക്കർ ചില ആളുകൾ കയ്യേറിയിരിക്കുന്നു എന്ന് ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ആദിവാസി ഗായികയായ നെഞ്ചിയമ്മ ആരോപിച്ചിരിക്കുന്നു. ഇനി അടുത്തത് നോക്കൂ. ദ ലാൻഡ് വാസ് ഓൺഡ് ബൈ മൈ ഗ്രാൻഡ് ഫാദർ, ആ ഭൂമി എൻ്റെ മുത്തച്ഛൻ്റെ ഉടമസ്ഥതയിൽ ആയിരുന്നു. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി, അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ ആ ഭൂമി. ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. വാസ് ഓൺഡ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയിൽ ആയിരുന്നു. ബൈ മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ മുത്തച്ഛൻ്റെ. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? എൻ്റെ മുത്തച്ഛൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ആ ഭൂമി, അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛനായിരുന്നു ആ ഭൂമിയുടെ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. സം പീപ്പിൾ, ചില ആളുകൾ. ഇൻക്രോച്ച്ഡ് അപ്പോൺ, കയ്യേറി. ദ ലാൻഡ്, ആ ഭൂമി. എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്, ഇയേഴ്സ് ബാക്ക് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ആ ഭൂമി കയ്യേറി. ദേ ആർ നോട്ട് അലോവിങ് അസ്, അവർ ഞങ്ങളെ അനുവദിക്കുന്നില്ല. അലോ എന്ന വാക്കിന് അനുവദിക്കുക എന്നാണ് അർത്ഥം. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ. ദേ എന്ന് പറഞ്ഞാൽ അവർ. ദേ ആർ നോട്ട് അലോവിങ് അസ്, അവർ ഞങ്ങളെ അനുവദിക്കുന്നില്ല.
ടു എൻ്റർ കടക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ. എൻ്റർ എന്ന വാക്കിന് കടക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടു എൻ്റർ എന്ന് പറഞ്ഞാൽ കടക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ. ദ ലാൻഡ് ആ ഭൂമിയിലേക്ക്. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? ആ ഭൂമിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ അവർ ഞങ്ങളെ അനുവദിക്കുന്നില്ല. വി ഹാവ് രജിസ്റ്റേർഡ് എ കേസ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇതിനെതിരെ ഞങ്ങൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വി ഹാവ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എ കേസ് ഒരു കേസ്, എഗെയിൻസ്റ്റ് ഇറ്റ് ഇതിന് എതിരെ. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ, ഇറ്റ് ഇത്. ദ പോലീസ് സ്റ്റോപ്പ്ഡ് അസ് പോലീസ് ഞങ്ങളെ തടഞ്ഞു. സ്റ്റോപ്പിന് ഇവിടെ തടഞ്ഞു എന്നർത്ഥമാണ്. ദ പോലീസ് സ്റ്റോപ്പ്ഡ് അസ് പോലീസ് ഞങ്ങളെ തടഞ്ഞു. ഫ്രം കൾട്ടിവേറ്റിംഗ് കൃഷി ചെയ്യുന്നതിൽ നിന്നും. കൾട്ടിവേറ്റ് എന്ന വാക്കിന് കൃഷി ചെയ്യുക എന്നാണ് അർത്ഥം. ഫ്രം കൾട്ടിവേറ്റിംഗ് കൃഷി ചെയ്യുന്നതിൽ നിന്നും. എവിടെ? ഇൻ ദ ലാൻഡ് ആ ഭൂമിയിൽ. അൻറ്റിൽ ദ കേസ് ഈസ് സെറ്റിൽഡ് കേസ് സെറ്റിൽ ചെയ്യുന്നത് വരെ. അൻറ്റിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. കേസ് ഈസ് സെറ്റിൽഡ്. സെറ്റിൽ എന്ന വാക്കിന് ഇവിടെ ഒത്തുതീർപ്പാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? കേസ് ഒത്തുതീർപ്പാക്കുന്നത് വരെ ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിൽ നിന്നും പോലീസ് ഞങ്ങളെ തടഞ്ഞു അല്ലെങ്കിൽ വിലക്കി. വി ഹാവ് ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് രേഖകളുണ്ട്. വി ഹാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് രേഖകൾ. ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്. ടു സപ്പോർട്ട് അവർ ക്ലെയിം ഞങ്ങളുടെ അവകാശം കാണിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം പിന്തുണക്കാൻ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്താങ്ങുക, പിന്തുണക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അവകാശം കാണിക്കുക എന്നർത്ഥമാണ്. ക്ലെയിം എന്ന വാക്കിന് അവകാശം എന്നുമാണ് അർത്ഥം. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? ഞങ്ങളുടെ അവകാശം കാണിക്കാനുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവേഴ്സ് ഈസ് നോട്ട് ദ ലോൺ കേസ് ഇൻ അട്ടപ്പാടി ഞങ്ങളുടേത് അട്ടപ്പാടിയിലെ ഒരു ഒറ്റപ്പെട്ട കേസ് അല്ല. അവേഴ്സ് എന്ന വാക്കിന് ഞങ്ങളുടേത്. ലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട. അപ്പോൾ ഞങ്ങളുടേത് അട്ടപ്പാടിയിലെ ഒരു ഒറ്റപ്പെട്ട കേസ് അല്ല. സച്ച് കൈൻഡ് ഓഫ് ഇൻക്രോച്ച്മെൻറ്റ്സ് അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ. ഇൻക്രോച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കയ്യേറ്റങ്ങൾ. സച്ച് കൈൻഡ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള. അപ്പോൾ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ആർ ടു കോമൺ ഇൻ അവർ പ്ലേസ് ഞങ്ങളുടെ സ്ഥലത്ത് അത് വളരെ സാധാരണമാണ്. ഇൻ അവർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ എന്നൊക്കെ അർത്ഥം പറയാം. ടു കോമൺ. കോമൺ എന്ന് പറഞ്ഞാൽ സാധാരണം. ടു കോമൺ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമാണ്. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് വളരെ സാധാരണമാണ്. വി ഫൈറ്റ് ദ കേസ് ഞങ്ങൾ ഈ കേസിന് വേണ്ടി പോരാടുന്നത്. ഫ്രം ദ മണി ദാറ്റ് വി ഗെറ്റ് ഫ്രം ഡെയിലി വേജസ് ഞങ്ങൾക്ക് അന്നന്നത്തെ കൂലിയിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടാണ്. ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ കൂലി. അന്നന്ന് കിട്ടുന്ന കൂലിക്കാണ് ഡെയിലി വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് ഞങ്ങൾ ഈ കേസിന് വേണ്ടി പോരാടുന്നത് എന്നാണ് അർത്ഥം. ഇന്ന് നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതുപോലെ നിങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും പുസ്തകങ്ങളും വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ റീഡിംഗ് സ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകളെ ഇതിൻ്റെ ബാക്കി പാർട്ടുകളായിട്ട് വരാനുണ്ട്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.